കിഡ്നി സ്റ്റോൺ ഇടയ്ക്കിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർവെൽ വെള്ളവും കിണർ വെള്ളവും ഒഴിവാക്കാം. ബോർവെൽ വെള്ളം കിണർ വെള്ളം തിളപ്പിച്ച് ആറ്റി കുടിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും കിഡ്നി സ്റ്റോൺ ആയിട്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്നത്. എത്രത്തോളം വെള്ളം അടിയിൽ പോകുന്നു അത്രത്തോളം ആ വെള്ളത്തിൽ കാൽഷ്യം, മഗ്നീഷ്യം പറഞ്ഞ ഹെവി മെറ്റൽസ് എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം ഉണ്ടാക്കുന്നതും അതേ വെള്ളത്തിലായിരിക്കും, കുടിക്കാൻ ഉപയോഗിക്കുന്നതും അതേ വെള്ളം. തിളപ്പിച്ചാൽ ഹെവി മെറ്റൽസ് ഒരിക്കലും നശിച്ചു പോകാൻ, ഡിസോൾവ് ആയി പോവില്ല. തിളപ്പിച്ചാൽ ബാക്ടീരിയ, ജേംസ് ഒക്കെ പോയിരിക്കും, പക്ഷേ ഒരിക്കലും ഹെവി മെറ്റൽസ് പോവില്ല. സ്റ്റോൺ വന്നു, മരുന്ന് കഴിച്ചു പോയി, സ്റ്റോൺ വന്നു, പൊട്ടിച്ചു കളഞ്ഞു പോയി, പിന്നെയും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർ കാൽഷ്യം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കാൽഷ്യം സപ്ലിമെന്റ്സ് ഒഴിവാക്കുക, ഇതൊന്നല്ല ചെയ്യേണ്ടത്. ഈ എക്സസ് കാൽഷ്യം ഇൻടേക്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സസ് മെഗ്നീഷ്യം ഇൻടേക്ക്, അല്ലെങ്കിൽ അവർക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടാവും. അഥവാ ബോർവെല്ലും കിണർ വെള്ളമാണ് ഓൺലി സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എങ്കിൽ RO+UV+ ഹാർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം വീട്ടിൽ കണ്ടുവെക്കണം. ഇവിടെ ഇരിക്കുന്നത് മൊത്തം വരെയും കുറച്ചുണ്ട്, ഓരോരോ പേഷ്യൻസ് കൊണ്ടെത്തുന്ന സ്റ്റോൺസ് ആണ്. ഇതെല്ലാം ഒട്ടുമിക്ക സ്റ്റോൺസും മോർണിംഗ് യൂറിനേഷനിൽ എക്സ്പെൽ ചെയ്ത് തരുന്നതാണ്. ഈ 5 mm മുകളിലുള്ള സ്റ്റോൺസും ഉണ്ട്, 5 mm താഴെയുള്ള സ്റ്റോൺസും നമുക്കുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ പല സ്റ്റോൺസ് ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്, സ്റ്റൂവൈറ്റ് സ്റ്റോൺസ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ട്, പലതരം സ്റ്റോൺസ് ഉണ്ട്. കോസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ഒഴിവാക്കണം എന്നുള്ളത് നോക്കാൻ. ഒരു സ്റ്റോൺ പുറത്തു വന്ന ഉടനെ ആ സ്റ്റോണിനെ കൊണ്ട് കളയാതെ ആ സ്റ്റോണിനെ FTIR അനാലിസിസിന് വിടണം. എന്ത് സ്റ്റോൺ ആണെന്നുള്ളത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കണം. ചില സ്റ്റോൺസ് കണ്ടാൽ തന്നെ വിസിബിൾ ആയിരിക്കും, പക്ഷെ ചില സ്റ്റോൺസ് നമ്മൾ എന്ത് സ്റ്റോൺ ആണ്, എന്ത് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റും കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കൂടുതൽ, ഞാൻ എടുത്തു പറയുന്നത് കൂടുതൽ. ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ വരുന്നത് നട്ട്സ്, സ്പിനാച്ച്, ബീട്രൂട്ട് എന്നിവ ഭക്ഷണങ്ങളാണ്. പക്ഷെ നമ്മൾ കാൽഷ്യത്തിന്റെ കാര്യത്തിൽ കാൽഷ്യം ടോട്ടലി ഒഴിവാക്കരുത്. സ്റ്റോൺ വന്നു, കാൽഷ്യം കഴിക്കുകയില്ല, കാൽഷ്യം അടങ്ങിയ ഒരു ഭക്ഷണവും കഴിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കരുത്. അത് ഗുണത്തിനെക്കാട്ടും ദോഷത്തിലേക്ക് എത്തിക്കും. കാരണം നമ്മൾ അറിഞ്ഞോ കഴിച്ച ഓക്സലേറ്റ്സ് നമ്മുടെ വയറിലുണ്ടാവും. ആ ഓക്സലേറ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ പോകുന്ന കാൽഷ്യം ആ ഓക്സലേറ്റായി ബൈൻഡ് ചെയ്ത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടെ എക്സ്പെൽ ചെയ്ത് പൊക്കോളും. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സെപ്പറേറ്റ് റീഅബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കാൽഷ്യം ബൈൻഡ് വിത്ത് ഓക്സലേറ്റ്, കാൽഷ്യം ഓക്സലേറ്റായി ബൈൻഡായി ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടെ എക്സ്പെൽ ചെയ്തോളും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം ഓക്സലേറ്റും ചേർന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അഥവാ നമ്മൾ കാൽഷ്യം എടുത്തില്ല, കാൽഷ്യം ടോട്ടലി നിർത്തി, ഈ ഓക്സലേറ്റ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് കിഡ്നിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. വെള്ളം ധാരാളം കുടിക്കണം. ഇനിയിപ്പോൾ അഥവാ യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിലേക്ക് അധികം വരുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. യൂറിക് ആസിഡ് ബ്ലഡിലേക്ക് അധികം തരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനത്തെ ഭക്ഷണങ്ങൾ. കാരണം പ്യൂറിൻസ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ അത് ഒഴിവാക്കണം. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ കുറയും, യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് അത്രയും കുറയും.